പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളിലെ രാജകുമാരൻ ഭഗത് സിംഗ്. ഏത് ദിവസമാണ് ഷഹീദ് ദിവസമായി ആചരിക്കുന്നത്? മാർച്ച് 23 ഷഹീദ് ദിവസം. ഏത് ദിവസമാണ് ഷഹീദ് ദിവസമായിട്ട് ആചരിക്കുന്നത്? മാർച്ച് 23. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് കേസിലാണ്? ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. എത്ര വയസ്സുള്ളപ്പോഴാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്? 23 വയസ്സ്. ഷഹീദ് ദിവസം മാർച്ച് 23. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് 23 വയസ്സുള്ളപ്പോഴാണ്. പിതാവും പിതൃ സഹോദരന്മാരും ഏത് സംഘടനയുടെ അനുയായികളായിരുന്നു? ഭഗത് സിംഗിന്റെ പിതാവും പിതൃ സഹോദരന്മാരും ഏത് സംഘടനയുടെ അനുയായികളായിരുന്നു? ഗദ്ദർ പാർട്ടി. ഭഗത് സിംഗിന്റെ പിതാവും പിതൃ സഹോദരന്മാരും ഗദ്ദർ പാർട്ടി അനുയായികളായിരുന്നു. ഏത് സംഭവമാണ് ഭഗത് സിംഗിന്റെ രാഷ്ട്രീയ ചിന്തകളെയും പ്രവൃത്തികളെയും ആഴത്തിൽ സ്വാധീനിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഭഗത് സിംഗിന്റെ രാഷ്ട്രീയ ചിന്തകളെയും പ്രവൃത്തികളെയും ആഴത്തിൽ സ്വാധീനിച്ച സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഒന്നുകൂടി, രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. ഏത് ദിവസമാണ് ഷഹീദ് ദിവസമായി ആചരിക്കുന്നത്? മാർച്ച് 23. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. എത്ര വയസ്സുള്ളപ്പോഴാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്? 23 വയസ്സ്. ഭഗത് സിംഗിന്റെ പിതാവും പിതൃ സഹോദരന്മാരും ഏത് സംഘടനയുടെ അനുയായികളായിരുന്നു? ഗദ്ദർ പാർട്ടി. ഏത് സംഭവമാണ് ഭഗത് സിംഗിന്റെ രാഷ്ട്രീയ ചിന്തകളെയും പ്രവൃത്തികളെയും ആഴത്തിൽ സ്വാധീനിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്തത്, ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട വിപ്ലവ സംഘടനയുടെ പേര്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ലാലാ ലജ്പത് റായിയുടെ വിയോഗത്തിനും ഭഗത് സിംഗിന്റെ പ്രതികാരത്തിനും ഇടയാക്കിയ സംഭവം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. ലാലാ ലജ്പത് റായിയുടെ വിയോഗത്തിനും ഭഗത് സിംഗിന്റെ പ്രതികാരത്തിനും ഇടയാക്കിയ സംഭവമാണ് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. ഏത് ജയിലിൽ വെച്ചാണ് ഭഗത് സിംഗും കൂട്ടരും 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത്? ഏത് ജയിലിൽ വെച്ചാണ് ഭഗത് സിംഗും കൂട്ടരും 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത്? ലാഹോർ സെൻട്രൽ ജയിൽ. ഭഗത് സിംഗും കൂട്ടരും തൂക്കിലേറ്റപ്പെട്ടത് ഏത് ജയിലിൽ വെച്ചാണ്? ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ചാണ്. ഏത് വർഷമാണ്? 1931 മാർച്ച് 23. ുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം പറഞ്ഞത് ആര്? ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. തൂക്കിലേറ്റപ്പെട്ട മറ്റ് രണ്ട് വിപ്ലവകാരികൾ, ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റ് രണ്ട് വിപ്ലവകാരികൾ നമ്മൾ പറഞ്ഞു, സുഖദേവ്, രാജ്ഗുരു. ഒന്നുകൂടി, ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട വിപ്ലവ സംഘടനയുടെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ലാലാ ലജ്പത് റായിയുടെ വിയോഗത്തിനും ഭഗത് സിംഗിന്റെ പ്രതികാരത്തിനും ഇടയാക്കിയ സംഭവം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം.
ഏത് ജയിലിൽ വെച്ചാണ് ഭഗത് സിംഗും കൂട്ടരും 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത്? ലാഹോർ സെൻട്രൽ ജയിൽ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റ് 2 വിപ്ലവകാരികൾ സുഖദേവ്, രാജ്ഗുരു. അടുത്തത് 1929 ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗിനോടൊപ്പം ബോംബ് സ്ഫോടനം നടത്തിയത് ആര്? 1929 ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗിനോടൊപ്പം ബോംബ് സ്ഫോടനം നടത്തിയത് ബതുകേശ്വർ ദത്ത്. ഏത് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്? ഏത് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്? ഇർവിംഗ് പ്രഭു. ഏത് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്? ഇർവിംഗ് പ്രഭു. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ലായൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിൽ ജനിച്ച വിപ്ലവകാരി. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ലായൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിൽ ജനിച്ച വിപ്ലവകാരി ഭഗത് സിംഗ് ആണ്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ലായൽപൂർ ജില്ല, ബംഗാ ഗ്രാമം, പഞ്ചാബിലാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാണ്. അവിടെയാണ് ഭഗത് സിംഗ് ജനിച്ചത്. 1926 ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട യുവജന സംഘടന. 1926 ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട യുവജന സംഘടന നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചതാരാണ്? ഭഗത് സിംഗ് ആണ്. ഏത് വർഷമാണ്? 1926 നൗജവാൻ ഭാരത് സഭ രൂപീകരിക്കപ്പെട്ടത്. കാക്കോറി തീവണ്ടിക്കൊള്ള നടന്നത് 1925 ഓഗസ്റ്റ് 9. കാക്കോറി തീവണ്ടിക്കൊള്ള നടന്നതെന്നാണ് 1925 ഓഗസ്റ്റ് 9. ഏത് വർഷമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായി HSRA ആയിട്ട് മാറിയത്? ഏത് വർഷമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായി മാറിയത്? 1928. ഒന്നുകൂടി, 1929 ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗിനോടൊപ്പം ബോംബ് സ്ഫോടനം നടത്തിയത് ബതുകേശ്വർ ദത്ത്. ഏത് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്? ഇർവിംഗ് പ്രഭു. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ലായൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിൽ ജനിച്ച വിപ്ലവകാരി ഭഗത് സിംഗ്. 1926 ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട യുവജന സംഘടന നൗജവാൻ ഭാരത് സഭ. കാക്കോറി തീവണ്ടിക്കൊള്ള നടന്നത് 1925 ഓഗസ്റ്റ് 9. ഏതു വർഷമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായി മാറിയത്? 1928. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.